ബിഗ് ബോസ് മലയാളം സീസൺ 7 72ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട വിഷയം ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. 8 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക്. മണിക്കൂർ 8 പിന്നിട്ടപ്പോൾ ബിഗ് ബോസിന് തോന്നി ഇത് 8 മണിക്കൂറല്ല, 8 ദിവസം മുൻപോട്ട് പോയാലും ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഈ വള്ളിയും പിടിച്ചുകൊണ്ട് ഈ ആൾക്കാർ മുൻപോട്ട് നടക്കും. 3 ആൾക്കാരായിരുന്നല്ലോ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി കാത്തിരുന്നത്: സാബുമാൻ, ആര്യൻ, അനുമോൾ. എന്തായാലും ബിഗ് ബോസ് 8 മണിക്കൂറായപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. അതായത് കയ്യിൽ പിടിച്ചിരിക്കുന്ന കയറുമായി പ്ലാസ്മ ടിവിയുടെ മുൻപിലേക്ക് വരിക, നിരന്നു നിൽക്കുക, അതിനുശേഷം കയറ് പിടിച്ചിരിക്കുന്ന ആ കൈ മുൻപിലേക്ക് നീട്ടുക, മുട്ട് വളയുവാൻ പാടില്ല, മുൻപോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ആ പിടുത്തം അവസാനം വരെ തുടരുന്ന വ്യക്തിയായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. രാവിലെ മുതൽ വൈകുന്ന സമയം വരെയോളം കഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു ടച്ച്, ഒരു ദിവസത്തെ പണി മുഴുവൻ അവരെടുത്തു. ഇതിനിടയ്ക്ക് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, വെള്ളം കുടിക്കാൻ പറ്റിയില്ല, ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും സമയം ചെലവഴിക്കുവാൻ കഴിയാത്ത ആൾക്കാരുടെ ഈ 8 മണിക്കൂർ പ്രയത്നം വൃഥാവിലാക്കി കളഞ്ഞു ബിഗ് ബോസ്. ടാസ്ക് മാറ്റി രണ്ടാമത്തെ ടാസ്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ ടാസ്ക് കൊണ്ടുവന്നപ്പോഴാണ് അവിടുത്തെ ഗ്രൂപ്പ് കളിയുടെ പ്രയോജനം ശരിക്കും പിടികിട്ടിയത്. ബിഗ് ബോസ് വീടിനകത്ത് ഗ്രൂപ്പ് വേണമെന്നേ. ഗ്രൂപ്പ് കളി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല പൊസിഷനുകളിലും പലപ്പോഴും എത്താൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് കളി ഇല്ലാത്തത് കൊണ്ട്, അഥവാ ഉള്ള ഗ്രൂപ്പ് കൊണ്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എങ്ങും എത്താൻ പറ്റാതെ പോയൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുമോളെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നത് വളരെ വ്യക്തമായി. അനുമോളുടെ ഏറ്റവും ഉറ്റ ചങ്ങാതികൾ 2 ആൾക്കാരുണ്ട്. അവർ 2 പേർ ആദിലയും നൂറയുമാണ്. മറ്റുള്ള ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഫേവറിറ്റിസം കാണിക്കുന്നത് പോലെ അനുമോൾക്ക് യാതൊരു തരത്തിലുള്ള ഫേവറിറ്റിസവും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ടാസ്കിലും ഗെയിമിലുമൊക്കെ വെട്ടാൻ പറ്റിയ അവസരങ്ങൾ അവർ വെട്ടിയിട്ടുണ്ട്, തിരികെ അങ്ങോട്ടും വെട്ടിയിട്ടുണ്ട്. ഇത് ഇവരൊക്കെ തുടക്കം മുതലുള്ളൊരു ധാരണയാണ്. ഫ്രണ്ട്ഷിപ്പ് വേറെ, ടാസ്കും ഗെയിമും ഒക്കെ വേറെ. പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ആയിരുന്നില്ല. ആ ഗ്രൂപ്പുകൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കവാങ്ങൽ പരിപാടിയുണ്ട്. എന്നെ ആക്രമിച്ചാൽ എൻ്റെ ഗ്രൂപ്പ് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ഗ്രൂപ്പ് ആയിരിക്കും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇന്നും ടാസ്കിനകത്ത് അത് തന്നെയാണ് സംഭവിച്ചത്. 3 ആൾക്കാർ കൈ നിവർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എപ്പിസോഡ് കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അതിനകത്ത് അനുമോളെ ചതിച്ചു പുറത്താക്കുകയായിരുന്നു. അനുമോൾ കൈമടക്കിയെന്ന് എല്ലാവരും പറയുന്നു. അനുമോൾ മാത്രമല്ല കൈമടക്കിയത്, ഈ മത്സരാർത്ഥികൾ 3 പേരും കൈമടക്കിയിട്ടുണ്ട്. അത് മത്സരാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട് 3 പേരും കൈമടക്കിയെന്ന്. പക്ഷെ അനുമോൾ മാത്രമാണ് മത്സരത്തിൽ നിന്നും ഔട്ടായത്. എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ കൈമടക്കിയെന്ന് മറ്റുള്ളവർ ആക്രോശിക്കുന്ന സമയത്തും അനുമോളുടെ കൈ വളരെ സ്റ്റഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള തെറ്റും അതിനകത്ത് കാണുവാൻ കഴിയില്ല. പക്ഷേ അനുമോൾ പുറത്തായി. അതിന്റെ കാരണം അനുമോൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ അവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ വക്കാലത്ത് പറയുന്ന ആൾക്കാരെ അനുമോൾ കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അനുമോൾ പോയിട്ടില്ലായിരുന്നു. അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ഒരിക്കലും ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവില്ല. കാരണം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പൊസിഷനുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ അനുമോൾ ആക്രമിക്കപ്പെടുകയാണ്. ആര്യനു വേണ്ടി സംസാരിക്കുവാൻ 2 ഘടാഘടിയന്മാർ അവിടെ ഉണ്ട്. 1 അക്ബറും 2 നെവിനും. എന്നാൽ അവരെ 2 പേരെയും കവച്ചു വെക്കുന്ന അതിശക്തമായ ആക്രമണ തന്ത്രവുമായിട്ട് സാബുമാനു വേണ്ടി ഒരാൾ രംഗപ്രവേശം ചെയ്തു. അതെ, 10 ആണുങ്ങൾക്ക് ചേരുന്ന ഒരു പ്രകൃതം, അതിനേക്കാൾ വലിയ ശബ്ദം, അതായിരുന്നു ലക്ഷ്മി തമ്പുരാട്ടി. അക്ബറിനോടും ആര്യനോടും കട്ടയ്ക്ക് അടിച്ചു നിന്നു. അവസാനം സാബുമാന് വിജയം നേടിക്കൊടുത്തിട്ടാണ് ലക്ഷ്മി അടങ്ങിയത്. എന്നാൽ TV സ്ക്രീൻ കാണുന്ന ആൾക്കാർക്കറിയാം, സാബുമാന്റെ കൈ അവസാന സമയത്ത് വിജയം ആഘോഷിക്കുമ്പോഴും വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അതെ, കൈ നിവർന്നിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥയെങ്കിലും സാബുമാന്റെ കൈയും വളഞ്ഞു, ആര്യന്റെ കൈയും വളഞ്ഞു. ഒരു കൈ കൊണ്ട് മാത്രമേ ഈ കയറിൽ പിടിക്കുവാൻ പാടുള്ളൂ. പക്ഷേ അനുമോൾ ഔട്ടായ സമയത്ത് ആര്യൻ 2 കൈ കൊണ്ടും ഈ കയറിൽ പിടിച്ചു. ഇതൊന്നും ആർക്കും കുറ്റമായിട്ട് തോന്നിയില്ല. കാരണം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതിന്റെ പ്രയോജനമാണ് ഇതൊക്കെ. എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. സാബുമാൻ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം നോമിനേഷൻ ആയിരുന്നു. ഇന്നത്തെ നോമിനേഷനിൽ 6 ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതെ, നൂറ, അക്ബർ, ഷാനവാസ്, നെവിൻ, ലക്ഷ്മി, ആര്യൻ. ഇതേ സമയത്ത് 4 ആൾക്കാർ സേവ്ഡ് ആണ്. അതിൽ ഏറ്റവും അമ്പരപ്പുളവാക്കുന്ന ഒരു കാര്യം, സാബുമാൻ ഇക്കുറിയും രക്ഷപ്പെട്ടിരിക്കുന്നു. സാബുമാൻ ഈ ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ബമ്പർ ലോട്ടറി എടുക്കുന്നതായിരിക്കും. കാരണം ശുക്രദശ ഇപ്പോൾ നന്നായി തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഭാഗ്യദേവത സാബുമാനെ വല്ലാതെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഒരു ക്യാമറ സ്പേസും ഉണ്ടാക്കാതെ, ഒന്നും ചെയ്യാതെ, ഒരു ഗെയിമും ഇല്ലാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഉണ്ടുറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ 70 ദിവസം പിന്നിട്ടിട്ടും ബിഗ് ബോസ് വീടിനകത്ത് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചു. അത് ബാപ്പയും മക്കളും തമ്മിലുള്ള അടിയായിരുന്നു, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളൂട്ടികളും തമ്മിലുള്ള പൊട്ടിത്തെറി.
എന്തായിരുന്നു സംഭവിച്ചത്? ആദിലയും നൂറയും ഷാനവാസും എന്തൊരു സ്നേഹം, എന്തൊരു സൗഹൃദം, വൈകാരികമായ വലിയൊരു അറ്റാച്ച്മെന്റ്, വലിയൊരു ബോണ്ടിങ് അവരുടെ നടുവിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വീണുടഞ്ഞു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആദില പറയുന്നു, അയാൾക്ക് ഞങ്ങൾ യൂസ് ആൻഡ് ത്രോ ആയിരുന്നു. അയാൾ ഞങ്ങളെ പെങ്ങളൂട്ടികളായി കണ്ടത് അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആദിലയും നൂറയും യൂസ് ആൻഡ് ത്രോ ആയി കരുതിയത് ഷാനവാസിനെയായിരുന്നു. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി കൃത്യമായി ഷാനവാസിനെ ഉപയോഗിച്ചു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ കുറെ ദിവസമൊക്കെ ചെങ്ങാത്തം കാണിച്ച് കൂടെ നടന്നു. എന്നാൽ ഷാനവാസിന് ശനിദശ ആരംഭിച്ചു എന്ന് കണ്ടപ്പോൾ രണ്ടാൾക്കാരും പിന്നിൽ നിന്ന് കുത്തിക്കളഞ്ഞു. എന്നിട്ട് പിന്മാറി. പക്ഷേ ഷാനുക കയ്യോടെ പിടിച്ചു, എല്ലാം പൊളിച്ചടുക്കി. അതിന്റെ ഒരു വലിയ പൊട്ടിത്തെറിയും അവിടെ നടന്നു. ഇതൊക്കെയായിരുന്നു സുപ്രധാനമായ സംഭവങ്ങൾ. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു 90% ആൾക്കാരും വീഡിയോ കണ്ടങ്ങ് പോകുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് ആദ്യമായി വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മറക്കരുത്. നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇക്കയും പെങ്ങളൂട്ടിയും ആദിലയും ഷാനവാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ആര്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലിപ്പ് മാത്രമേ അനങ്ങുകയുള്ളൂ, പക്ഷെ പച്ച തെറിയാണ് പറയുന്നത്. പുറത്ത് ശബ്ദം കേട്ടാലല്ലേ ബിഗ് ബോസ് അത് നോട്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ കേൾക്കേണ്ടയാള് കൃത്യമായി മനസ്സിലാകത്തക്കവണ്ണം തന്നെ തെറി പറയും. അപ്പോൾ ആദില പറയുകയാണ്, ഇക്ക തിരിച്ചു പറയാൻ പോകരുത്. ആ സമയത്ത് അത് നോട്ട് ചെയ്തിട്ട് അത് കംപ്ലൈന്റ് ചെയ്യണം. ഇക്ക ബേസിക്കലി ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്, പക്ഷേ അല്പം മെയിൽ ഷോവിനിസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇക്കയുടെ പ്രശ്നമൊന്നുമല്ല, ഇക്ക ജനിച്ചു വളർന്ന ആ ഒരു ജനറേഷന്റെ പ്രശ്നമാണ്. എത്ര മനോഹരമായിട്ടാണ് പെങ്ങളൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ അത് ഇക്കയെ വല്ലാതെ ചൊടിപ്പിച്ചു, വല്ലാതെ കുരുപൊട്ടി. ഇക്ക സൗമ്യമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തോ ആദില? അതേക്ക, ഞാനും നൂറയും കൂടിയാണ് ചർച്ച ചെയ്തത്. അയ്യോ, അങ്ങനെ ഒരു ചർച്ച നിങ്ങൾ നടത്തുമ്പോൾ അത് പുറത്തു കൊടുക്കുന്ന സന്ദേശം എന്താണ്? എനിക്കതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. എന്തിന്? മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞതിനാണോ? ഞാനും നൂറയും മാത്രം സംസാരിച്ച ഇക്ക കേട്ടിട്ടുള്ളൂ? അല്ല, നിങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്ക് പ്രശ്നം. വേറെ ആര് പറഞ്ഞാലും എന്നെ അത്രയും ബാധിക്കില്ല. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, പുറത്തിറങ്ങിയതിന് ശേഷം പറയാമായിരുന്നു. പക്ഷേ ഇത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന എന്നെ എന്റെ നെഞ്ചത്ത് കയറി കഠാര കുത്തി ഇറക്കുന്നത് പോലെ ആയിപ്പോയി ഞാൻ മെയിൽ ഷോവനിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്തത്. ശരിക്കും ഇത് ചതിക്കപ്പെട്ടൊരു ഫീലായിപ്പോയി. നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങൾ വിലയിരുത്തിക്കോളൂ. പക്ഷെ 1 മാസം കൂടി കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ടേ ആകാമായിരുന്നുള്ളൂ. ഇവിടെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 72 ക്യാമറയിൽ ഒരു ക്യാമറയിൽ അത് പതിഞ്ഞാൽ മതി. എനിക്കുണ്ടാകുന്ന ഡാമേജ് ചെറുതല്ല. എന്റെ പൊന്നു സാറേ, നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്? ഗെയിം കളിക്കാനാണോ അതോ പെങ്ങളൂട്ടി കാടിറക്കി കളിക്കാൻ വേണ്ടിയാണോ? ശരിക്കും നിങ്ങളെപ്പറ്റി അവിടെ ആരും ചർച്ച ചെയ്യാൻ പാടില്ലേ? നിങ്ങളുടെ കൂടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവര് നിങ്ങൾ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് തുറന്നു പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മനോഭാവമല്ലേ ഉണ്ടാവേണ്ടത്? എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പെങ്ങന്മാരെ പോലെ ഞാൻ കരുതുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും ഞാൻ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാനൊരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണ്ടേ? അടുത്ത് നടക്കുന്ന വ്യക്തികൾ പോലും എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടോ? അതെ, ഉണ്ട്. സ്ത്രീകളോടുള്ള താങ്കളുടെ സമീപനം വളരെ മോശമാണ്. അത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തുറന്നു പറഞ്ഞു. എന്നിട്ടും ഇപ്പോഴും വന്നിരുന്നിട്ട് അതെനിക്കുണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു ഗെയിമർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തുടർന്ന് വേക്കപ്പ് സോങ് ആണ് വരുന്നത്. അതിനുശേഷം ഒരു സൂര്യ നമസ്കാരവും യോഗയും ഒക്കെ ഉണ്ടായിരുന്നു. ആ യോഗയൊക്കെ ബഹുരസമായിരുന്നു. നെവിന് ഈ പരിപാടി ഒന്നും പറ്റില്ല. പുള്ളിക്ക് ആകെപ്പാടെ പറ്റുന്ന കാര്യം അലറിക്കൂവി ബഹളമുണ്ടാക്കി നടക്കുക, പിന്നെ വല്ലതും കഴിക്കുക. ഇതിനപ്പുറത്ത് അങ്ങേരെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത് അങ്ങേരുടെ ആ നോട്ടവും നിൽപ്പും എല്ലാം കണ്ടപ്പോഴേ മനസ്സിലായി. ഈ കൊച്ചുവെളുപ്പംകാലത്തെ വിളിച്ചുണർത്തിയിട്ട് യോഗ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? ഇനിയിപ്പോൾ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണം. ക്യാപ്റ്റൻസി ടാസ്ക് വരികയാണ്. ബിഗ് ബോസ് അതിനുവേണ്ടി ഒരു എൻഡുറൻസ് ടാസ്ക് തന്നെ കൊണ്ടുവന്നു. ഒരു ചെറിയ കയറ്, ആ ചെറിയ കയറിന്റെ 3 ഭാഗത്തായിട്ട് 3 കളറിൽ ടേപ്പുകൾ ചുറ്റി വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്ന ആര്യനും സാബുമാനും അനുമോളും ഈ മാർക്കുകളിൽ മാത്രം കൈപിടിക്കണം. അതിനുശേഷം ഈ കയറുമായിട്ട് അങ്ങനെ നടന്നോണം. ബിഗ് ബോസ് എപ്പോഴാണോ ബസർ അടിക്കുന്നത് ആ സമയം വരെയോളം കൈ മാറ്റി പിടിക്കുവാൻ പാടില്ല. വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഈ കയറും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക.
ശരിക്കും വള്ളി പിടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ. സത്യത്തിൽ ഇത് വളരെ ഫണ്ണാക്കുകയും അപ്പോൾ തന്നെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് മാക്സിമം പണി കൊടുത്ത് ഒരു തരത്തിൽ സഹിക്കാൻ വയ്യാതെ ഇട്ടിട്ട് പോകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത്രമാത്രമുള്ള ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു തലത്തിലേക്കൊന്നും ആരും പോയില്ല. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും അതിനിടയിലുള്ള കൊച്ചു കൊച്ചു കുറുമ്പുകളുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ ആര്യൻ അനുമോളെ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ തൊട്ട് കളിക്കുന്നുണ്ട്. ആ കളിക്കെതിരായി അനുമോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ ഇവനോട് പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തുടരുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ആദിലയെ വിളിച്ചു വരുത്തുന്നു, കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നു. ആദില വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആര്യൻ വളരെ വിദഗ്ധമായി പറയുകയാണ്, അറിയാതെ ദേഹത്തൊന്ന് തൊട്ടുപോകുന്നതാണ്, ഒരുമിച്ച് പറ്റിച്ചേർന്ന് നടക്കുന്നതല്ലേ, അപ്പോൾ തൊടാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ മുട്ടിപ്പോകുന്നതാണ്, അതിനാണ് ഈ പച്ച കള്ളം പറഞ്ഞ് ഇവൾ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആര്യൻ നല്ലവനും കംപ്ലൈന്റ് ചെയ്ത അനു ശശിയുമായി അങ്ങനെ കയറുമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിനിടയിലാണ് നോമിനേഷൻ വരുന്നത്. നോമിനേഷനിൽ ഈ 3 ആൾക്കാർക്ക് ഒരുമിച്ച് കൺഫെഷൻ റൂമിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് ഇവർക്ക് 3 പേർക്കുമായിട്ട് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ വെച്ചു. ബാക്കിയുള്ള ആൾക്കാരെ രഹസ്യമായി നോമിനേഷൻ നടത്തുവാൻ വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. ആദ്യമായി അനീഷാണ് പോകുന്നത്. അനീഷ് ചെന്നിട്ട് ഷാനവാസിന്റെ പേരാണ് പറയുന്നത് ആദ്യം. എനിക്ക് അനീഷിന്റെ ചില പെരുമാറ്റങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു സംശയം തോന്നാറുണ്ട്. അതായത് ഈ എവിക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയാണല്ലോ നോമിനേഷൻ നടത്തുക. ആ വീട്ടിൽ നിൽക്കുവാൻ ഒരു തരത്തിലും യോഗ്യതയില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തി, അതിനുള്ള കാരണങ്ങൾ ഇത് പറഞ്ഞിട്ടാണ് ഒരാളിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷ് ഷാനവാസിനെ ആയിരുന്നില്ലേ നോമിനേറ്റ് ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു ഷാനവാസിന്റെ പേര് പറഞ്ഞത്? പുറത്തു പോകാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുകയാണ്, ആരെയെങ്കിലും ഒരാളിനെ സേവ് ചെയ്യുവാൻ ഒരവസരം തന്നാൽ അനീഷ് ആരെയായിരിക്കും സേവ് ചെയ്യുന്നത്? ഒരു സംശയവുമില്ലായിരുന്നു. അനീഷിനൊന്നും ചിന്തിക്കേണ്ടിയും വന്നില്ല. ഷാനവാസിന്റെ പേര് തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ലാലേട്ടൻ അനീഷിനെ വെട്ടിലാക്കുകയാണ്. അല്ല, അനീഷ് തന്നെയല്ലേ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരുന്നത്? അതെ സർ, പക്ഷേ ഷാനവാസിന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, സിനിമാ മോഹങ്ങൾ ധാരാളമുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി പുറത്തു പോകുന്നതിനോട് എനിക്കെന്തോ മാനസികമായൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഷാനവാസിനെ ഞാൻ സേവ് ചെയ്യുകയാണ്. ഇതിനെ ഇരട്ടത്താപ്പ് എന്നാണ് പറയുന്നത്. എങ്കിലും അനീഷിന്റെ ആ വിശാല മനസ്ഥിതി, അതിനെ ലാലേട്ടൻ അംഗീകരിച്ചു, കണ്ണടച്ചങ്ങ് വിട്ടു. പക്ഷേ അനീഷിന്റെ മനോഭാവം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ നോമിനേഷനിൽ സംഭവിച്ചത്. അനീഷ് കൺഫെഷൻ റൂമിലേക്ക് കയറി ചെല്ലുന്നു. ഒരു സംശയവുമില്ല, അനീഷ് ഷാനവാസിന്റെ പേര് തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഷാനവാസിനെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തത്? കഴിഞ്ഞ രാത്രിയിൽ ലാലേട്ടൻ പോയതിനു ശേഷം ഈ രാവിലെ സമയത്ത്, ഈ 11 മണി കഴിഞ്ഞ സമയത്ത് ഇതുവരെ അനീഷും ഷാനവാസും തമ്മിലോ അല്ലെങ്കിൽ ഷാനവാസ് ആ വീട്ടിലോ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താൻ നോമിനേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം തന്നെയാണ്. അതായത് താൻ പറയുന്നത് മുള്ളം കൊല്ലി വേലായുധൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഡാൻസ് മാരത്തണിൽ ഈ ഷാനവാസിന് ബിഗ് ബോസ് നൽകിയിരുന്നത്. പക്ഷെ ഷാനവാസ് കളിച്ചതാകട്ടെ പുലിമുരുകന്റെ വേഷമായി പോയി. പുലിമുരുകന്റെ വേഷം കളിച്ചു വന്ന ഷാനവാസ് അവസാനം ഷാനവാസായിട്ടങ്ങ് മാറുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ ആരോപണം തന്റെ പേരിൽ പറയുന്നുണ്ട്. എന്റെ അനീഷെ, അതെല്ലാം മറന്നിട്ടല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ സേവ് ചെയ്തത്? അങ്ങനെയുള്ളപ്പോൾ പിന്നെയും ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരന്റെ നെറ്റി ചുളിയില്ലേ? അവർ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ പ്രകടിപ്പിക്കില്ലേ? അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന രീതിയിലല്ലേ തീരുമാനങ്ങൾ എടുക്കുകയും അതൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ഷാനവാസിനെ അവിടെ നിർത്തുവാൻ അനീഷിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് കുറെ കുറ്റം കൂടി പറയുന്നുണ്ട്. അയാള് കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. ആര്യനുമായിട്ട് വഴക്കുണ്ടാക്കുകയും ആര്യനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രവുമല്ല, എന്നോടും അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കി. എന്നെ തുറന്നു കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഓവർ സൗണ്ട് ഉണ്ടാക്കി അയാൾ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സ്ത്രീകളോട് ഒരു ബഹുമാനവുമില്ല. അങ്ങേയറ്റം അപമര്യാദയോടുകൂടി മാത്രമേ അദ്ദേഹം അവരോട് സംസാരിക്കാറുള്ളൂ. സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് അങ്ങേർക്കത് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങേർ ഇവിടെ നിൽക്കാൻ പാടില്ല, അങ്ങേരെ പുറത്തു വിടണം. 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന മലക്കം മറിച്ചിലുകൾ. അതെ, അടുത്തത് നൂറയാണ്. നൂറയെക്കുറിച്ച് പറയുന്നത് ഇടക്കാലത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ ഡൗൺ ആയി പോയിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ഇടപെടാറില്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റുമില്ല, വെറും കളിയും തമാശയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഷോയോട് ഒരു തരത്തിലും നൂറ നീതി പുലർത്തുന്നില്ല, ബിഗ് ബോസിനോട് നീതി പുലർത്തുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നൂറയെയും പുറത്തു കളയണം. അനീഷ് പോയതിനു ശേഷം അക്ബർ ആണ് വരുന്നത്. അക്ബർ വന്നിട്ട് ഷാനവാസിന്റെ പേര് തന്നെയാണ് പറയുന്നത്. ചില ആഴ്ചകളായിട്ട് ഷാനവാസ് വെറും ഡേർട്ടി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ഡാൻസ് മാരത്തൺ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്ക്രീൻ സ്പേസ് തരരുത് എന്ന് ആദിലയോടും നൂറയോടും പറഞ്ഞു. എത്ര വൃത്തികെട്ട കളിയാണത്! എത്ര വൃത്തികെട്ട മനോഭാവമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്!
അത് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഞാനത് അറിയില്ലായിരുന്നു. ഇത്രയും വലിയ ഒരു വൃത്തികെട്ട കളി കളിക്കുന്നയാൾ ഇവിടെ തുടരുവാൻ പാടില്ല. അതുകൊണ്ട് ഷാനവാസിന്റെ പേരാണ് അദ്ദേഹം നോമിനേഷനിൽ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ പേര് നൂറയുടേതാണ്. വളരെ ഫേക്കാണ് നൂറ. ചില ആഴ്ചകളായിട്ട് വളരെ വീക്കായിട്ടാണ് നൂറ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണവുമില്ല ദോഷവുമില്ല. പിന്നീട് ആദില എത്തുന്നു. യാതൊരു സംശയവുമില്ല, നൂറയും ആദിലയും തമ്മിൽ കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ച് ഏകദേശം കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ പേരാണ് പറയുന്നത്. ഷാനവാസിനെ പറ്റി ആദില പറഞ്ഞ ഗൗരവമുള്ള കംപ്ലൈന്റ്, ഗെയിമിനെ ഗെയിമായി കാണുവാൻ അയാൾക്ക് അറിയില്ല. ഈ വീട്ടിൽ അയാൾ ഒട്ടും തന്നെ സ്യൂട്ടബിൾ അല്ല. ഈ വീട്ടിലെത്തുമ്പോൾ താൻ മറ്റൊരാളായിട്ടാണ് നിൽക്കുവാൻ പ്ലാൻ ചെയ്തിരുന്നത് എന്ന് എന്നോട് മുന്നമേ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അയാൾ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്, ഇമേജ് കോൺഷ്യസ് ആണ്. അനീഷിനെ അയാൾ മിത്രം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അയാൾ എന്നോട് അനീഷിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ വെച്ചുള്ള കൂട്ടുകെട്ട് മാത്രമാണ്. പുറത്തിറങ്ങിയാൽ അനീഷിനെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്, ഇവിടെ മിത്രം കളിച്ച് നടക്കുകയാണ് എന്ന്. അഭിനയിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അയാളെ ഫീൽ ചെയ്തത്. വളരെ ഫേക്കാണ്. ഞങ്ങളുമായി ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ഉണ്ടാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ശരിക്കും അദ്ദേഹത്തിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. കാര്യം കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയുക, യൂസ് ആൻഡ് ത്രോ കാഴ്ചപ്പാടായിരുന്നു ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പിൻപിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളെ മടുത്തു, ഞങ്ങളെ വലിച്ചെറിഞ്ഞു. ആ സ്ഥാനത്തിപ്പോൾ ലക്ഷ്മിയെയാണ് പെങ്ങളാക്കി വെച്ചിരിക്കുന്നത്. ആദില ഇത്രയധികം വിദ്വേഷത്തോടു കൂടി അദ്ദേഹത്തെ തുറന്നു കാട്ടുവാൻ തക്കവണ്ണം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഒരു തരത്തിലുള്ള ഇടർച്ചയും ഉണ്ടായിട്ടില്ലല്ലോ. രാവിലെ പോലും എപ്പിസോഡിന്റെ തുടക്കത്തിൽ പോലും വളരെ സൗഹൃദമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഹൃദയം തകർന്നാണ് പറഞ്ഞത്. മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള വാക്ക് വെച്ച് നിങ്ങൾ ചർച്ച ചെയ്തതുപോലും അദ്ദേഹത്തിന് വേദനയായി പോയി എന്ന്. എന്നിട്ട് കൺഫെഷൻ റൂമിൽ വന്ന് നിങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് മാത്രം പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ പുറം ലോകത്തിന് ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണോ, പെങ്ങളൂട്ടിയാണോ? അദ്ദേഹത്തോട് കഠിനമായ വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ വലിയ പകയുള്ള, വിഷം ചീറ്റുന്ന ഒരു വിഷജന്തുവായിട്ടല്ലേ നിങ്ങളെ പരിഗണിക്കുവാൻ കഴിയുകയുള്ളൂ? അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ കട്ടപ്പയായിട്ട് ആദില മാറിയിരിക്കുകയാണ്. ഷാനവാസിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരിക്കാം. എങ്കിൽ പോലും അദ്ദേഹം നിങ്ങളിൽ നിന്നും അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമാത്രം അദ്ദേഹത്തെ തേജോവധം ചെയ്യുവാനും അയാളെ ഇകഴ്ത്തി കാണിക്കുവാനും തക്കവണ്ണം നിങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു ദ്രോഹവും ചെയ്തിരുന്നില്ല. ആ മനുഷ്യൻ ഇതെല്ലാം അറിഞ്ഞാൽ ഹൃദയം പൊട്ടി അവിടെ വെച്ച് തന്നെ ചാകാൻ സാധ്യതയുണ്ട്. അതിലെ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നത് ഒരു പ്രിൻസിപ്പാളിന്റെ പരിവേഷത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ലക്ഷ്മി പല റൂൾസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആര്യനുമായി ബഹളമുണ്ടാക്കുമ്പോൾ ആര്യനെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ആര്യന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ആര്യനെ കുറിച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടു. ആര്യനെ തന്റെ കൺട്രോളിലാക്കുവാൻ വേണ്ടി ലക്ഷ്മി പരമാവധി പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട ഒരു റൂളിനെ ലംഘിക്കുകയാണ് ലക്ഷ്മി. നോമിനേഷൻ ഡിസ്കസ് ചെയ്യരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനുമായിട്ടൊന്നും വലിയ അടുപ്പമില്ലെങ്കിൽ പോലും എന്നോട് പോലും വന്നിട്ട് നോമിനേഷനെ പറ്റി ലക്ഷ്മി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ഈ വീട്ടിൽ ഒരമ്മയുടെ റോള് വഹിക്കുകയാണ്. പലപ്പോഴും അമ്മ കളിക്കുകയാണ്. ഈ വീട്ടിലുള്ള പല ആൾക്കാർക്കും പല കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ടാസ്കിനെ കുറിച്ചൊക്കെ ലക്ഷ്മി കാര്യമായി ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ചുരുക്കത്തിൽ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ലക്ഷ്മിയുടേത്. അതുകൊണ്ട് ലക്ഷ്മി പുറത്തു പോകണം. നെവിൻ വന്നിട്ട് സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നല്ലൊരു വ്യക്തിത്വമാണ്, പാവമാണ്, പക്ഷെ ഗെയിം അറിയില്ല. ഒരു ഗെയിം പറഞ്ഞാൽ 5 മണിക്കൂർ കഴിഞ്ഞാണ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇന്ന് ബിഗ് ബോസ് ഒരു ഗെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാബുമാൻ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് മാത്രമേ അതിനുവേണ്ടി റെഡി ആവുകയുള്ളൂ. സാബുമാൻ ഒരു ഊഴം കാത്തിരിക്കുകയാണ് ഒരു എതിരാളിയെ കയ്യിൽ കിട്ടുവാനും ആക്രമിക്കുവാനും വേണ്ടി. അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ തീർച്ചയായിട്ടും ഇവിടെ നിർത്തുവാൻ കഴിയില്ല, നോമിനേറ്റ് ചെയ്യുകയാണ്. അക്ബറിന്റെ പേരാണ് തുടർന്ന് പറയുന്നത്. അതൊരുമാതിരി ഞെട്ടിക്കുന്ന നോമിനേഷൻ ആയിരുന്നു. കാരണം രണ്ടുപേരും ചക്കരയും അടയുമാണ്. വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ. എന്നെ എപ്പോഴും തിരുത്തുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പറയാതിരിക്കുവാൻ തരമില്ല. സ്വന്തമായിട്ട് ആളിനൊരു ഗെയിമില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും പ്രശ്നങ്ങളിലുമാണ് അയാൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിനകത്തേക്ക് കയറി ചെന്ന് അതൊരു പ്രശ്നമാക്കി മാറ്റി. അങ്ങനെയാണ് അക്ബർ ഇവിടെ നിലനിന്ന് പോകുന്നത്. നൂറ വന്നിട്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും തന്നെ ലക്ഷ്മി ഇവിടെ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഒരു പ്രിൻസിപ്പാളായിട്ട് നടക്കുന്നു. ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ച് തന്നെയാണ് ലക്ഷ്മിയെ ആദിലയും നോമിനേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രിൻസിപ്പാളായ ലക്ഷ്മി ഗ്രൂപ്പ് കളിക്കെതിരാണ്, ഗ്രൂപ്പ് ഉണ്ടാക്കരുത് എന്ന് ഉപദേശിക്കുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി താൻ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാകും.
താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്ര പച്ചത്തെറി പറഞ്ഞാലും അതിനെയൊക്കെ ലക്ഷ്മി കവറപ്പ് ചെയ്തു വിടും, അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു പോകും. അടുത്തത് നെവിന്റെ പേരാണ് പറയുന്നത്. നെവിന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതിനപ്പുറത്ത് മറ്റൊരു അജണ്ടയേ ഇല്ല. അയാൾ ഒരു എന്റർടൈനറൊക്കെയാണ്, പക്ഷേ എന്റർടൈൻമെന്റ് പോലും കാര്യമായിട്ടില്ല. ആഹാരം കഴിക്കുന്നു, ഫുഡ്, ഇതിനപ്പുറത്തൊരു ചിന്തയില്ലാതെ നടക്കുന്ന ആളാണ്. മൂഡിനനുസരിച്ചാണ് അയാൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അയാൾ മിണ്ടും, നാളെ മിണ്ടില്ല, നാളെ മറ്റൊരാളായിരിക്കും അദ്ദേഹത്തിന്റെ ചങ്ങാതിയായി വരുന്നത്. തുടർന്നെത്തുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് ആദ്യമായി അക്ബറിന്റെ പേരാണ് പറയുന്നത്. തുടർന്ന് പരാതിയുടെ കെട്ടങ്ങോട്ട് അഴിക്കുകയാണ്. കണ്ടമാനം പരാതികളാണ് ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറയുന്നത്. ഞാൻ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നു, മോശമായി പെരുമാറുന്നു എന്നൊക്കെയാണ് അക്ബർ എന്നെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും കൂടി എന്നെ ഒരുമിച്ച് ആക്രമിക്കുകയാണ്. ഞാൻ കുറ്റക്കാരനായി മാറിയിരിക്കുന്നു. ലാലേട്ടൻ പോലും അതിനെപ്പറ്റി സംസാരിച്ചു. പുറത്തുനിന്നും വന്ന ഒരു ഉമ്മ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. അതൊക്കെ എന്നെ മാനസികമായി വല്ലാതെ തകർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തെ വർത്തമാനങ്ങളൊക്കെ ഇവിടെ മറ്റു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അവരാരും ഇത്രമാത്രം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി അക്ബർ ആയിരുന്നു. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉപ്പ മരിച്ചതിന് ശേഷം എൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഞാൻ ഏറ്റെടുത്ത വ്യക്തിയാണ്. ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ചന്തയിലും കൂലിപ്പണിക്കാരുടെ ഇടയിലുമൊക്കെ ജീവിച്ചു വളർന്നു മുൻപോട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ലാലേട്ടൻ എന്നെ തിരുത്തി. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു, അങ്ങനെയൊന്നും ഞാൻ ഇനി സംസാരിക്കില്ല എന്ന്. പക്ഷേ ലാലേട്ടൻ അത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോയി അല്പനിമിഷം കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് പാല് മോഷ്ടിച്ച് ചായ ഇട്ട ഒരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ അനുമോളുടെ മുഖത്ത് നോക്കി എടി പോടി എന്ന് വിളിച്ചുകൊണ്ട് അക്ബർ ഭയങ്കരമായി പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ അക്ബർ പ്രശ്നക്കാരനല്ല, ഷാനവാസ് എന്ന ഞാൻ തന്നെയാണ് ഇപ്പോഴും പ്രശ്നക്കാരൻ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കരഞ്ഞു നിലവിളിച്ചാണ് അദ്ദേഹം നോമിനേഷൻ പൂർത്തിയാക്കുന്നത്. അടുത്തതായിട്ട് താൻ ആര്യന്റെ പേര് പറയുന്നുണ്ട്. ആര്യന്റെ പേരിൽ ആരോപിക്കുന്നത് അയാൾ തെറി പറയുന്നു, ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ പറയുന്നു എന്നുള്ളതാണ്. തെറി പറഞ്ഞാൽ ബിഗ് ബോസ് കേൾക്കും, അത് മൈക്ക് കൃത്യമായിട്ട് പിടിച്ചെടുക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, തനിക്ക് ആരെയാണോ ചീത്ത പറയേണ്ടത് അവരുടെ മുഖത്ത് നോക്കി ലിപ്പനക്കി താൻ തെറി പറയും. അതായത് പറയുന്ന തനിക്കും അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആരാണോ ഇത് കേൾക്കേണ്ടത് ആ വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാകും ഏത് ചീത്തയാണ് പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാൾ ഈ വീട്ടിൽ നിൽക്കുവാൻ പാടില്ല. ആര്യൻ പുറത്തു പോകണം. പിന്നീട് ലക്ഷ്മിയാണ് വരുന്നത്. ലക്ഷ്മി ആദിലയാണ് ആദ്യമായി നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുവാൻ ലക്ഷ്മിക്ക് അറിയില്ല. ഇവിടെ പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ അമ്മയുടെ പേര് പോലും അതിനകത്തേക്ക് ആദില വലിച്ചിഴച്ചു. വലിയ വാചകം അടിച്ചുകൊണ്ടാണ് താൻ ക്യാപ്റ്റനായി മാറിയത്. പക്ഷേ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഒരു പരിപാടിയും തനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. സ്റ്റോർ റൂമിലേക്ക് ബെല്ലടിച്ചപ്പോൾ താൻ കയറിപ്പോയി. പോയിട്ടിറങ്ങി വന്നപ്പോൾ എന്തിനായിരുന്നു ബെല്ലടിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു അൺപാർലമെന്ററി വേർഡായിരുന്നു അതിന് മറുപടിയായി എന്നോട് പറഞ്ഞത്. മാത്രവുമല്ല, അനീഷ് സ്വന്തം പാടം വിറ്റിട്ട പൈസ PR വർക്കിന് വേണ്ടി ചിലവഴിച്ചു എന്ന് പറഞ്ഞ് അനീഷിനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആദില വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത നോമിനേഷൻ അക്ബറിന്റെ പേരിലാണ്. പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി അയാൾ കാത്തിരിക്കുകയാണ്. എവിടെ എന്തെങ്കിലും പ്രശ്നം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുന്നു. പ്രശ്നം പരിഹരിക്കാൻ എന്ന രീതിയിലാണ് അതിനകത്തേക്ക് വരുന്നത്. പക്ഷേ ഇയാൾ പ്രശ്നക്കാരനായി മാറുകയാണ്. തുടർന്ന് അവസാനത്തേത് ഓപ്പൺ നോമിനേഷനാണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നിരിക്കുന്ന ആര്യനും സാബുമാനും അനുമോളുമാണ് ഓപ്പൺ നോമിനേഷൻ നടത്തുന്നത്. സാബുമാൻ നെവിന്റെ പേരാണ് ആദ്യം പറയുന്നത്. അതിന്റെ കാരണം താൻ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ചെയ്ത കള്ളത്തരങ്ങൾ, ആ കള്ളത്തരങ്ങൾ ഞാൻ അവന്റെ മുഖത്ത് നോക്കി തുറന്നു കാണിച്ചു, അത് അവനോട് പറഞ്ഞു മനസ്സിലാക്കി. ആ സമയത്ത് അത് സത്യമാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവൻ എന്നോട് ചൂടാവുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്തു എന്ന് അവനോട് പറഞ്ഞിരുന്നു. അക്ബറിനെ ഞാൻ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അത് ഏറ്റവും നന്നായി എന്നായിരുന്നു. എന്നിട്ട് അക്ബറെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും അക്ബറിന്റെ മുഖത്ത് നോക്കി അക്ബർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവൻ പറഞ്ഞിട്ടില്ല. അക്ബറിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് നെവിനെ? നിനക്ക് പേടിയാണോ അതോ ബഹുമാനം കൊണ്ടാണോ നീ അക്ബറിനെതിരെ സംസാരിക്കാതിരിക്കുന്നത്? നീ രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്നവനാണ്. നീ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തിട്ട് ആൾക്കാരെ വളരെ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യുകയും ചെയ്യും. അതിന് നിനക്കൊരു പ്രത്യേക കഴിവുണ്ട്. രണ്ടാമത്തെ എൻ്റെ നോമിനേഷൻ അക്ബറിനെയാണ്. മറ്റുള്ളവരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു നല്ല ഇൻഫ്ലുവൻസറാണ്. നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരു മാനിപ്പുലേറ്ററുമാണ്. ആര്യനാണ് തുടർന്ന് പറയുന്നത്: അനുമോൾ 67 ദിവസമായി ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ ഈ ഗെയിമിനെ കുറിച്ച് ഇതുവരെയും അനുമോൾക്ക് യാതൊരു ധാരണയുമില്ല. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്ത മറുപടികൾ പലതുമാണ് പറയുന്നത്. അനുമോൾ ഇവിടെ ഗ്രൂപ്പ് കളിക്കുവാൻ വേണ്ടി വന്നതാണ്. രണ്ടാമത്തേത് നൂറ. നൂറയും ആദിലയും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇവിടേക്ക് വന്നത്.
ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അവരെ രണ്ടാക്കി മാറ്റി. പക്ഷെ ഇപ്പോൾ കാണുന്ന കാഴ്ച വീണ്ടും അവർ ഒന്നായി മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നൂറയെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. ഒടുവിലായി അനുമോൾ ആര്യനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്തത്. ജിസൈലിന്റെ ഷാഡോ ആയിട്ട് ഇവിടെ നടക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ പലർക്കും തോന്നിയിട്ടുണ്ട്. അവർ പലരും അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ജിസൈൽ പോയതിനു ശേഷം അതേ ട്രാക്ക് തന്നെ പിടിച്ച് മുന്നേറുവാൻ വേണ്ടി മറ്റു ചിലരെ സമീപിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവര് ആര്യന്റെ വഴിക്ക് നിന്നുകൊടുത്തില്ല. അതുകൊണ്ട് കാര്യം നടന്നില്ല. അനുമോളുടെ പുറകിനാണ് ഇയാള് ജിസൈൽ പോയതിനു ശേഷം കൂടെ നടക്കുന്നത്. വേറെ ആരുടെയും പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കൃത്യമായിട്ട് അനുമോൾ അത് മനസ്സിലാക്കി തന്നെ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത്, അവൻ തെറ്റുകൾ ചെയ്യും, പക്ഷെ ആ തെറ്റുകൾ നിമിഷ നേരം കൊണ്ട് അവൻ ശരിയാക്കി മാറ്റും. അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നവൻ സ്ഥാപിക്കും. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന്. പക്ഷേ അവൻ ഒരിക്കലും അത് കേൾക്കില്ല. ഒരു നാണവുമില്ലാതെ അവൻ ഇങ്ങനെ ഈ പണി കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ തൻ്റെ കൈവിരലുകൾ കൊണ്ട് അനുമോളെ തോണ്ടുന്നുണ്ട്. ദേ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നോക്ക്, തുടരുത് എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും നാണമില്ലാതെ പിന്നെയും അവൻ എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അടുത്തത് നെവിന്റെ പേരാണ് പറയുന്നത്. നെവിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നെവിൻ മൂഡനുസരിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഫേക്ക് ആണോ അതോ ജെന്യൂൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ പാല് വന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു. ഇതെല്ലാവരുടെയും ഫുഡാണ്. ലക്ഷറി ഫുഡായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ നെവിനും ആര്യനും അക്ബറും കൂടി ആ വന്ന സമയത്ത് തന്നെ അത് തീർത്ത് കളഞ്ഞു. അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അതുകൊണ്ട് നെവിനെയും നോമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ 4 വോട്ടുമായി അക്ബർ 1-ാം സ്ഥാനത്തെത്തി. 3 വോട്ടുകളുമായിട്ട് ഷാനവാസും നെവിനും നൂറയും തുല്യത പാലിച്ചു. 2 വോട്ടുകളുമായി ലക്ഷ്മിയും ആര്യനും അവസാനം വന്നു. അങ്ങനെ 6 പേരാണ് ഈ ആഴ്ച ജനവിധി കാത്തു നിൽക്കുന്നവർ. നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും പല വഴിക്കായി പിരിയുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി വള്ളി പിടിച്ച 3 ആൾക്കാർ അടുക്കളയിലെ സിങ്കിനരികിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് ഒരാൾ വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നെവിൻ അവിടേക്ക് വരുന്നുണ്ട്. നെവിന്റെ ലക്ഷ്യം അനുമോളെ എങ്ങനെയെങ്കിലും ഈ ടാസ്കിൽ നിന്ന് പുറത്താക്കുക. അനുമോൾ ഒരിക്കലും BB ഹൗസിന്റെ ക്യാപ്റ്റനാകാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വള്ളി പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരു വലിയ വള്ളിയായി മാറുവാൻ വേണ്ടി അയാൾ ഒരുമ്പെട്ടിറങ്ങുകയാണ്. താൻ പാത്രം കഴുകുന്നതിന്റെ ഇടയിലേക്ക് കയറുന്നു. പിന്നെ തന്റെ പാത്രം കഴുകൽ അവിടെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ മാറിപ്പോയേക്കാമെന്ന് വെക്കാൻ പറ്റില്ല. ആര്യനും സാബുമാനും അനുമോളും പിടിച്ചിരിക്കുന്ന കയർ, ആ കയറിന്റെ പിൻപിലാണ് നെവിൻ നിൽക്കുന്നത്. നെവിൻ മാറിയെങ്കിൽ മാത്രമേ ഈ കയറുമായിട്ട് അവർക്ക് പോകാൻ പറ്റൂ. നെവിൻ മാറില്ല. ഒടുവിൽ സംസാരമായി, വഴക്കായി, പിടിവലിയായി എല്ലാവരും കൂടി മൂക്കും കുത്തി താഴെ വീണു. ആ കിടപ്പ് ഏകദേശം 1 മണിക്കൂറിലധികം അവിടെ അങ്ങനെ കിടക്കുകയാണ്. നെവിനെ എഴുന്നേൽപ്പിക്കുവാൻ അനുമോൾ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. സാബുമാനും ആര്യനും ഒരു കുഴപ്പവുമില്ല. 2 ആൾക്കാരും മൗനമായിട്ടിരിക്കുകയാണ്. നെവിന്റെ ഓരോ പരിപാടികളും ആര്യന് നന്നായിട്ട് ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം 2 പേരും ഒരു ഗ്രൂപ്പാണെന്ന് മാത്രമല്ല, ആര്യൻ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടിയാണ് നെവിൻ കാത്തുകെട്ടി കിടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളെ എങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് ഇതിനകത്തുനിന്ന് ഇറക്കി വിടണം. പക്ഷേ അനുമോൾക്ക് ഈ കിടപ്പൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നെവിന്റെ അടുക്കൽ ഇരിക്കുവാൻ കഴിയുന്നില്ല. അനുമോള് ക്യാപ്റ്റനെ വിളിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. അപ്പോൾ ആദിലയുടെ മറുപടി, നിനക്കെന്താ ഇത്ര പ്രശ്നം? ഈ 2 ആൾക്കാർക്കും യാതൊരു കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രം എന്താ ഇത്ര കടി? ഇത്രയും കേട്ടപ്പോഴേക്കും അനുമോൾ ആദിലയ്ക്കെതിരെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അത് ശരി, ഞാനിപ്പോൾ അവരെ പോലെ ആയിത്തീരണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? എനിക്ക് ഞാനാകാൻ മാത്രമേ കഴിയുകയുള്ളൂ. എനിക്കിത് പറ്റില്ല. നീ ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് അവനെ പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. ഇത് പറഞ്ഞിട്ട് ആദില അവിടുന്ന് പോകുന്നു. ഇതിനിടയ്ക്ക് കാഴ്ച കാണുവാൻ വേണ്ടി കസേര എടുത്തിട്ടുകൊണ്ട് ലക്ഷ്മി തമ്പുരാട്ടി വന്നിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആദില മടങ്ങി വന്നു, മറ്റൊരു കസേരയുമായിട്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര പരിപാടികൾ അവിടെ നടക്കുകയാണ്. കുറെ കഴിഞ്ഞു. 1.5 മണിക്കൂറിന് ശേഷം ആദില വിളിച്ചിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ്, ഇത് എന്തൊരു പരിപാടിയാണ്? ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പാത്രം കഴുകുവാൻ പറ്റുന്നില്ല, വൈകിട്ടത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനും നടത്തുവാൻ പറ്റുന്നില്ല. അടുക്കളയുടെ ഒത്ത നടുവിൽ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. എന്ത് ചെയ്യണം? അപ്പോൾ ബിഗ് ബോസ്, ഇത് ക്യാപ്റ്റന്റെ അധികാരമാണ്. ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് ക്യാപ്റ്റന് എടുത്തു മാറ്റാം അയാളെ. ഇത് കേട്ടപ്പോഴേക്കും പതിയെ നെവിൻ അവിടുന്ന് പൊങ്ങി മാറി. സത്യത്തിൽ ഇതിനെ ഏത് തരത്തിലുള്ള ഗെയിമായിട്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിൽ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് മിണ്ടുന്നില്ല. ആ വീട്ടിലുള്ള ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. ഒരാൾ മാത്രം അതിനെതിരെ സംസാരിക്കുന്നു. ആ ആളിനെ മറ്റെല്ലാവരും കൂടി പരിഹസിക്കുന്നു. എനിക്കിത് ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ പറ്റുന്ന ഒരു വിഷയമായി തോന്നുന്നില്ല. കാരണം ബിഗ് ബോസ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ്. ഇവിടെ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. എന്നിട്ട് ക്യാപ്റ്റന് തീരുമാനിക്കാമെന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ പറയുകയും ചെയ്യുന്നു.
ഇതിനു മുൻപും അവിടെ പല ടാസ്കുകളും നടന്നിട്ടുണ്ടേ. ആ ടാസ്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ചെറിയ വീഴ്ച കാണിച്ചാൽ ഉടൻ തന്നെ അതിനകത്ത് ബിഗ് ബോസ് ഇടപെടാറുണ്ട്. ഗാർഡനേറിയയിൽ പല ടാസ്കുകളും ഇതിനു മുൻപ് നടക്കുന്ന സമയത്ത് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് ടാസ്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഒരു വര വരച്ചിട്ടുണ്ടാവും. ആ വരയുടെ പിൻപിൽ നിൽക്കണം. ആ വര ഒന്ന് ലംഘിച്ചാൽ ഉടൻ തന്നെ ബിഗ് ബോസ് ശാസനയുടെ ശബ്ദവുമായിട്ട് അവിടെ എത്തും. പക്ഷെ ഇവിടെ ബിഗ് ബോസ് മിണ്ടുന്നില്ല. ക്യാപ്റ്റൻ ഇടയ്ക്ക് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ബിഗ് ബോസ് മൗനമാണ്. എന്തു പറ്റി ബിഗ് ബോസിന്? ബിഗ് ബോസ് ഉറങ്ങിപ്പോയതാണോ? ഉറങ്ങിപ്പോയതല്ല, ഇതൊരു കണ്ടന്റ് ആണ്. ഇത് കാര്യമായിട്ട് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഈ അടുക്കളയുടെ നടുവിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നത് അത് മാക്സിമം കിടക്കട്ടെ എന്ന് ബിഗ് ബോസും തീരുമാനിച്ചു. ഈ സമയത്ത് ബിഗ് ബോസ് ടാസ്ക് മറന്നു. ഇതിനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ ബിഗ് ബോസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ആർക്കും കംപ്ലൈന്റ് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നെവിൻ കാണിച്ചത് അങ്ങേയറ്റം തെമ്മാടിത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ഇങ്ങനെയൊന്നും അല്ല ഗെയിം കളിക്കേണ്ടത്. ഇത് മോശമാണ്, ഇറിറ്റേറ്റിംഗ് ഗെയിമാണ്. ഇതിനകത്തുകൂടി ഉള്ള ജനസമ്മതി അത് നഷ്ടപ്പെടുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്തായാലും കിട്ടേണ്ട കണ്ടന്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ പിടിച്ചു മാറ്റാമെന്ന്. അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിടുന്നുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസ് അടുത്ത അനൗൺസ്മെന്റുമായിട്ട് വരികയാണ്. 8 മണിക്കൂർ പൂർത്തിയാക്കി ഈ കയറും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് അഭിനന്ദനങ്ങൾ. അത് കേട്ടപ്പോൾ അവരോർത്ത് ഇനിയിപ്പോൾ ബിഗ് ബോസ് ഈസി ആയിട്ട് എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്യുമായിരിക്കുമെന്ന്. പക്ഷേ പ്ലാസ്മ ടിവിയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, 3 ആൾക്കാരും ആ കയറിൽ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ കൈകൾ മുൻപിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈ അല്പം പോലും മടങ്ങുവാൻ പാടില്ല. അവസാന നിമിഷം വരെയും അങ്ങനെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും ക്യാപ്റ്റനായി മാറുവാൻ പോകുന്നത്. അതെ, അടുത്ത ടാസ്ക് ആരംഭിക്കുകയാണ്. ആ ടാസ്ക് അങ്ങേയറ്റം കട്ടിയുള്ള ടാസ്ക് ആയിരുന്നു. പക്ഷേ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ട് അനുമോൾ ആദ്യം തന്നെ ഔട്ടാവുകയാണ്. അനുമോളുടെ കൈ വളഞ്ഞിട്ടുണ്ട്, ആര്യന്റെ കൈയും വളഞ്ഞിട്ടുണ്ട്, സാബുമാന്റെ കൈയും വളഞ്ഞിട്ടുണ്ട്. അക്ബർ പറയുന്നുണ്ട് 3 ആളുടെ കൈ വളഞ്ഞുവെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരെ ഡിസ്ക്വാളിഫൈ ചെയ്തില്ല? അനുമോൾക്കെതിരെയാണ് ആദ്യ നിമിഷം മുതൽ അവിടെ ആക്രമണം നടക്കുന്നത്. ഒരു ഭാഗത്തുകൂടി ലക്ഷ്മി തമ്പുരാട്ടി ആഞ്ഞടിക്കുന്നു, മറുവശത്തുകൂടി അക്ബറും നെവിനും ആക്രമിക്കുന്നു. ഇതിന്റെ നടുവിൽ അനുമോൾക്ക് വേണ്ടി വക്കാലത്ത് പറയുവാൻ മറ്റാരുമില്ലാതിരുന്നത് കൊണ്ട് അനുമോൾ തുടക്കത്തിൽ തന്നെ ഔട്ടായിപ്പോയി. പക്ഷേ എപ്പിസോഡ് കണ്ട വ്യക്തികൾക്കറിയാം അനുമോളുടെ കയ്യിൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലായിരുന്നു. അനുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് അതിനേക്കാൾ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇത് അഡ്രസ്സ് ചെയ്യുവാൻ അവിടെ ആരുമില്ലാതെയായിപ്പോയി. അനുമോൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ 2 പേർ മാത്രം അവശേഷിക്കുന്നു. അത് സാബുമാനും ആര്യനുമാണ്. സാബുമാനെ സപ്പോർട്ട് ചെയ്യുവാൻ ലക്ഷ്മിയുണ്ട്, ആര്യനെ സപ്പോർട്ട് ചെയ്യുവാൻ അക്ബറും നെവിനുമുണ്ട്. അക്ബറെയും നെവിനെയും ആടിച്ചിരുത്തിക്കൊണ്ട് ലക്ഷ്മിയുടെ സപ്പോർട്ടിൽ കൈ വളഞ്ഞിട്ടാണെങ്കിലും സാബുമാൻ വിജയം കണ്ടു. ലക്ഷ്മിയെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 10 ആണുങ്ങൾ വന്നാൽ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിടുവാൻ തക്കവണ്ണമുള്ള നാക്കിന്റെ നീളം അത് സമ്മതിച്ചേ പറ്റൂ. ഒരു പ്രത്യേക ശബ്ദവും. അക്ബറും നെവിനുമൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ലക്ഷ്മിയുടെ ശബ്ദത്തിന് മുകളിൽ അവരുടെ ശബ്ദം എത്തിയില്ല എന്നുള്ളത് ഒരു പ്രധാന സവിശേഷതയായിട്ട് തന്നെ കരുതണം. എന്തായാലും സാബുമാനെ ലക്ഷ്മി ക്യാപ്റ്റനാക്കി മാറ്റി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ആര്യൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ ആയി മാറും, ഇമ്മ്യൂണിറ്റി ലഭിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുവേണ്ടി ആര്യൻ മാക്സിമം കിടഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ലക്ഷ്മിയുടെ കടന്നാക്രമണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആര്യൻ വീണുപോയി. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, അതിൻ്റെ സങ്കടം കുറേ സമയത്ത് ആര്യൻ അവിടെ തീർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെയും ലക്ഷ്മി വളരെ വിദഗ്ധമായ രീതിയിൽ അടിച്ചൊതുക്കി. ആര്യന് മുൻപോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ മുൻപിൽ നിന്നും പിൻപിൽ നിന്നും ഒരുപോലെ തന്നെ ലക്ഷ്മി ആക്രമണം അഴിച്ചുവിട്ടു. ലൂസർ 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 എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ട് അവിടെ വലിയ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു പിന്നീട് ലക്ഷ്മി നടത്തിയത്. ഒരു ഭാഗത്ത് ഇത് ആര്യൻ ആവശ്യമാണ്. അനുമോളെ പുറത്താക്കുവാൻ വേണ്ടി പഠിച്ച പണി 18 നടത്തിയതാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ മുൻപോട്ടാരും വരാൻ പോലുമില്ലായിരുന്നു. അവർ വലിയ സങ്കടത്തോടു കൂടിയാണ് അവിടെ പോയിരുന്നത്. കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയില്ലേ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കും. കർമ്മയടിച്ചതാണ്. അടുത്തത് ഇന്നത്തെ സുപ്രധാനമായ വഴക്കാണ്. അതായത് പെങ്ങളൂട്ടികളും ആങ്ങളയും തമ്മിൽ അടിച്ചു പിരിയുന്ന രംഗമാണ്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? വിഷയം തുടങ്ങുന്നത് ലൈവൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. ആര്യന്റെ ഇഷ്യൂവിലാണ് തുടങ്ങുന്നത്. ആര്യൻ ലിപ് മൂവ്മെന്റ് കൊണ്ട് തെറി പറയുന്നു എന്നുള്ളൊരു പ്രശ്നം വന്നു. അത് പറഞ്ഞ് അയാളെ നോമിനേറ്റ് ചെയ്തിരുന്നു ഷാനവാസ്. ഈ ഒരു വിഷയത്തിൽ ആര്യനെ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ആദിലയോടും നൂറയോടും അയാൾ പറഞ്ഞിരുന്നു. പക്ഷേ ആദില അത് ചെയ്തില്ല. എന്നാൽ ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്നാണ് ആദില പറഞ്ഞത്. ആര്യനെ ആദില നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാനവാസും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വോട്ടായി. ഓപ്പൺ നോമിനേഷൻ നടക്കുന്ന സമയത്ത് അനുമോളും നോമിനേറ്റ് ചെയ്തു. അപ്പോൾ 3 വോട്ടായി.
പക്ഷെ ബിഗ് ബോസ് വോട്ടിന്റെ എണ്ണം പറഞ്ഞപ്പോൾ ആര്യന് 2 വോട്ടേ വന്നിട്ടുള്ളൂ. ഷാനവാസിനറിയാം താൻ വോട്ട് ചെയ്തു, അനുമോളും വോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദില തന്നെ കബളിപ്പിച്ചു, വോട്ട് ചെയ്തു എന്ന് പറയുകയും ചെയ്തു, ചെയ്യാതിരിക്കുകയും ചെയ്തു. അവിടുന്നാണ് പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് വലിയ വിഷയമായിട്ട് അങ്ങ് മാറുകയാണ്. തുടർന്ന് ആദിലയും നൂറയും കൂടി ഷാനവാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ വേണ്ടി അടുക്കളയുടെ വാതിക്കൽ കൂടുന്നു. നിങ്ങൾ ഇത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യും, പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യും, സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയും എന്നെല്ലാം നൂറ നടന്ന് പറയുന്ന കാഴ്ച കാണുന്നുണ്ട്. സത്യത്തിൽ ഇവരാണ് റിഗ്രറ്റ് ചെയ്യേണ്ടത്. ഷാനവാസിന് ഇതിനെ സംബന്ധിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദില അവിടെ നിന്നുകൊണ്ട് അനുമോളോടും മറ്റുള്ളവരോടും കൂടെ പറയുന്നുണ്ട്, ഇയാൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ ഇയാളെ നോമിനേറ്റ് ചെയ്തു എന്നാണ്, പക്ഷേ ഇയാളെ മറ്റൊരാളാണ് നോമിനേറ്റ് ചെയ്തത്, ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വേറെ ആളിനെയാണ് നോമിനേറ്റ് ചെയ്തത്. എന്തിനാണ് ആദില ഈ പച്ചക്കള്ളം പറയുന്നത്? ഷാനവാസ് ഒരുപക്ഷെ അത് വിശ്വസിക്കും, പക്ഷേ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ പറ്റുക? നിങ്ങൾ ഷാനവാസിനെയല്ലേ ആദ്യം നോമിനേറ്റ് ചെയ്തത്, എന്നിട്ട് പ്രേക്ഷകർ കേൾക്കെ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക? ഷാനവാസിനെ നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തുക തന്നെയായിരുന്നു. എന്നിട്ട് തുറന്നു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മെയിൽ ഷോവനിസ്റ്റ് ആണ്, നിങ്ങൾ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ളത് പുറത്തു വെച്ച് തന്നെ ഞങ്ങൾ അറിഞ്ഞതാണ്. പുറത്താരാണ് നിന്നോടത് പറഞ്ഞത്? അതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. അല്ല, ഇയാൾ മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് അറിഞ്ഞിട്ടല്ലേ ഈ വീട്ടിൽ വന്ന് കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് ഈ ആങ്ങള പെങ്ങൾ കളിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്? ഒട്ടും ഉളുപ്പില്ലാതെ ഈ മെയിൽ ഷോവനിസ്റ്റിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ തോളിൽ കൈയിട്ടത്? അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ മെയിൽ ഷോവനിസ്റ്റായി, അയാൾ കൊള്ളരുതാത്തവനായി, എടുക്കാച്ചരക്കായി. ഇതിനെയാണ് കട്ടപ്പ എന്ന് പറയുന്നത്, പിൻപിൽ നിന്ന് കുത്തുന്നവർ. എന്തായാലും ഗംഭീരമായി ആ പരിപാടി ചെയ്തു. അത് ഷാനവാസ് കയ്യോടെ പൊളിക്കുകയും ചെയ്തു. അടുത്തതായി കാണുന്നത് ആദിലയും ലക്ഷ്മിയും തമ്മിലുള്ളൊരു സംസാരമാണ്. ആദില മെല്ലെ ലക്ഷ്മിയുടെ അരികിൽ ചെന്നിരുന്നുകൊണ്ട് ഷാനവാസിനെതിരായിട്ട് പുതിയ സ്ക്രൂ കയറ്റി കൊടുക്കുന്ന കാഴ്ചയാണ്. അതെന്താണ് അങ്ങനെ? കഴിഞ്ഞ ആഴ്ച വരെ ബദ്ധ ശത്രുക്കളായിരുന്ന ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ ഈ ആഴ്ച ഒരു ബോണ്ടിങ് ആരംഭിച്ചിട്ടുണ്ട്. നല്ലൊരു സൗഹൃദത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച് അക്ബറിനെതിരായിട്ട് ലക്ഷ്മി ഒരു നിലപാടെടുക്കുകയും ഷാനവാസ് ശുദ്ധനാണ് എന്ന് പറയുകയും ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രൂപം കൊണ്ട ഷാനവാസിന്റെയും ലക്ഷ്മിയുടെയും പുതിയ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് ശരിയല്ല, പണി കിട്ടും എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ലക്ഷ്മിയെ വേറെ വഴിക്ക് വിടുവാൻ വേണ്ടി ഒരു ചെറിയ സൈക്കോളജിക്കൽ മൂവ് ആണ് ഇവിടെ ആദില നടത്തുന്നത്. എന്നാൽ ലക്ഷ്മി അതെടുത്തില്ല. ലക്ഷ്മി അതിനെ വേറൊരു വഴിക്കൂടെ തിരിച്ചു വിട്ട് കളഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. പിന്നെ ആള് നന്നാകണമെന്ന് താല്പര്യമുള്ള ആളാണ്. പുള്ളിയുടെ തെറ്റുകളൊക്കെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം, കൃത്യമായിട്ട് ലക്ഷ്മി ഷാനവാസിനെ കുറിച്ച് നല്ലത് തന്നെയാണ് പറയുന്നത്. ഉള്ളിലൊന്നുമില്ല, ശുദ്ധനാണ്. ഈ പുറമേ കാണിക്കുന്നതൊക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വരുന്നതാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. ഇത്രയുമൊക്കെ ഷാനവാസിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആദിലേക്ക് ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ 2 മാസമായിട്ട് ആങ്ങളെയും പെങ്ങളും കളിച്ച് കൂടി നടന്ന ആദിലയ്ക്ക് ഷാനവാസിനെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മിക്ക് ഷാനവാസിനെ പിടികിട്ടി. ഷാനവാസ് ആരാണെന്നുള്ള കാര്യം ലക്ഷ്മി ആദിലയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്തൊരടിയാണ് ഈ കിട്ടുന്നത്. അവസാനമായി കാണുന്ന കാഴ്ച ഇതാണ്. അടുക്കളയിൽ കഴിച്ച പാത്രം അത് കഴുകാതെ ആരോ സിങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയി. പാത്രം കഴുകുന്ന ചുമതലയുള്ള അനീഷ് ചോദിക്കുന്നുണ്ട്, ആരാണ് കഴിച്ച പാത്രം കഴുകാതെ പോയത്? അനുമോള് പറയുന്നു നെവിനാണെന്ന്. നെവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. നെവിൻ പാത്രമൊക്കെ നോക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് എന്റേതല്ല. ഇത് പറഞ്ഞിട്ട് നെവിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് അനുമോൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, കഴിച്ച പാത്രം കഴുകിയോന്ന്. എല്ലാവരും കഴുകിയിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം ആരുടേതാണ്? ഒടുവിൽ അനുമോള് തന്നെ കൃത്യമായിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, ഇത് നെവിന്റെ പാത്രം തന്നെയാണ്, അവനാണിത് കാണിച്ചത്. പക്ഷേ അനീഷ് വിശ്വസിക്കില്ല. അനീഷ് കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കില്ല. അതുകൊണ്ട് മുഖത്ത് നോക്കി അനുമോളോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും നെവിൻ എൻ്റെ മുമ്പിൽ കള്ളം പറയില്ല. എന്നാൽ അത് നെവിൻ തന്നെയായിരുന്നു ചെയ്തത്. അതെവിടെയാണ് നെവിൻ പറയുന്നത്? അത് ലക്ഷ്മി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ആ പാത്രം നിന്റേതാണെന്ന് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞത്? അതെ, ഞാൻ ആ പാത്രം അറിയാതെ അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ കട്ടൻ അനത്തുവാൻ വേണ്ടി അങ്ങ് പോവുകയായിരുന്നു. തുടർന്ന് അതിനെപ്പറ്റി കുറെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുമോളാണ് പ്രശ്നക്കാരി, അവൾക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ എൻ്റെ പുറകിന് തന്നെ നടക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി, അനുമോളെ വിട്, പാവം, അവൾക്ക് ബുദ്ധിയില്ലാത്തതല്ലേ. സത്യത്തിൽ നെവിൻ ഉള്ളത് പുറമെ അങ്ങ് പ്രകടിപ്പിക്കും. പക്ഷേ മനസ്സിൽ വെച്ചുകൊണ്ട് അനുമോളോടുള്ള കുടിപ്പക വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വിഷജന്മം തന്നെയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന സംഗതി. മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അടിവേരറക്കുന്ന ശരിക്കും വിഷവിത്ത് തന്നെയാണ്. അപ്പോൾ ഈ കോൺവെർസേഷനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യുവാൻ മറക്കരുത്, കമന്റുകൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.